ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. പുതിയ പാഠപുസ്തകമാണ്. 8ാം ക്ലാസ്സിലെ 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റ് ദ ട്രയൽ ഓഫ് സയൻസ്, അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ടോക്കിംഗ് ഓഫ് സയൻസിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്ടിവിറ്റീസിൻ്റെ ആൻസർ. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ, മീനിങ് ഉൾപ്പെടുന്ന ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതിലെ ആക്ടിവിറ്റീസ് ആണ്, ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് എന്നുള്ളതിൽ ആക്ടിവിറ്റി 1. ലെറ്റ്സ് നൗ കൺസിഡർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഇൻ്റർവ്യൂ. അപ്പോൾ എന്തൊക്കെയാണ് ഒരു നല്ല ഇൻ്റർവ്യൂവിന് വേണ്ട ഫീച്ചേഴ്സ്? 2 അവർ തന്നിട്ടുണ്ട്. റാപ്പോർട്ട് ബിറ്റ്വീൻ ഇൻ്റർവ്യൂവർ ആൻഡ് ഇൻ്റർവ്യൂവി, കോൺവെർസേഷണൽ സ്റ്റൈൽ, ക്ലിയർ പർപ്പസ് ആൻഡ് സ്ട്രക്ചർ, ആക്റ്റീവ് ലിസണിംഗ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, റെസ്പെക്ട് ആൻഡ് പ്രൊഫഷണലിസം, ടൈം മാനേജ്മെൻറ്റ്. Okay, next, now prepare a few relevant questions for an interview with a prominent person in your locality. നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഒരു പ്രോമിനൻറ്റ് പേഴ്സണോട് ചോദിക്കാനുള്ള റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. ഒരെണ്ണം അവർ തന്നിട്ടുണ്ട്. Could you please tell us something about your early life? What inspired you to pursue your current career path? What is the biggest challenge you have faced in your career and how did you overcome it? What advice would you give to young people who are just starting their careers? What do you consider to be your greatest achievement? How do you balance your professional and personal life? നെക്സ്റ്റ്, കണ്ടക്ട് മോക്ക് ഇൻ്റർവ്യൂസ് ഇൻ പെയേഴ്സ് ആണ്. നിങ്ങൾ പെയേഴ്സായിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് മോക്ക് ഇൻ്റർവ്യൂകൾ ഇതുപോലെ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ചെയ്തിട്ടില്ല, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ പെയേഴ്സായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ഇതുപോലെ മോക്ക് ഇൻ്റർവ്യൂ റെഡിയാക്കുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 2 വരുന്നത് ഗോ ത്രൂ ദ ഫോളോയിങ് നോട്ടീസ് ആണ്. ഇവിടെ ഒരു നോട്ടീസ് തന്നിട്ടുണ്ട്. HSS മാൽഗുഡി ഇനോഗ്രേഷൻ ഓഫ് ദ ലൈബ്രറി ബിൽഡിംഗ്. ലൈബ്രറി ബിൽഡിങ്ങിൻ്റെ ഇനോഗ്രേഷൻ ആണ്. അപ്പം നമുക്ക് ഇതുമായി റിലേറ്റഡ് ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ നോട്ടീസ്? ഒരു നോട്ടീസിൻ്റെ പർപ്പസ് എന്താണെന്നാണ് ചോദ്യം. ഏതെങ്കിലും നോട്ടീസ് ആയിക്കോട്ടെ, അതിനൊരു പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ദ പ്രൈമറി പർപ്പസ് ഓഫ് എ നോട്ടീസ് ഈസ് ടു ഫോർമലി കമ്മ്യൂണിക്കേറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, ഈവൻറ്റ്സ് ഓർ ഇൻസ്ട്രക്ഷൻ ടു എ സ്പെസിഫിക് ഓഡിയൻസ്, ടു ഇൻഫോം ദം ഓർ മേക്ക് ദം അവെയർ ഓഫ് സംതിങ് റിക്വയറിംഗ് ദർ അറ്റൻഷൻ ഓർ ആക്ഷൻ. നെക്സ്റ്റ്, ഹിയർ ആർ സം അതർ കൈൻഡ്സ് ഓഫ് നോട്ടീസസ്. അപ്പോൾ നോട്ടീസസ് പലതരത്തിലുണ്ട് അല്ലേ. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്, ഒരാളെ കിട്ടി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നോട്ടീസ്, പേര് മാറ്റുന്നത്, ചേഞ്ച് ഓഫ് നെയിം, പിന്നെ വാർണിംഗ്, അതുപോലെ തന്നെ ഇവൻ്റ് അനൗൺസ്മെൻറ്റ്, പബ്ലിക് ഹെൽത്ത് അനൗൺസ്മെൻറ്റ്സ്, ഇതെല്ലാം നോട്ടീസിൽ വരും. അടുത്തത് വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് എ നോട്ടീസ് ഡിസ്കസ്. ബിയിൽ വരുന്നത് എന്തൊക്കെയാണ് നോട്ടീസിൻ്റെ കീ ഫീച്ചേഴ്സ്, അത് ഡിസ്കസ് ചെയ്യുക. ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാവും, ക്ലാരിറ്റി, കീ ഇൻഫർമേഷൻ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ടാർഗറ്റഡ് ഓഡിയൻസ്. Next, here is the format of a program notice. Complete it based on your understanding of a notice. അപ്പോൾ നോട്ടീസിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർമാറ്റ് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി. നമുക്ക് എപ്പോഴും നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. നോട്ടീസ് എന്ന ഹെഡിങ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ഒരു ഹെഡിങ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. പിന്നെ ബോഡി ഓഫ് ദ നോട്ടീസ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് എന്താണോ, നമ്മുടെ മാറ്റർ എന്താണോ അത് ഫുള്ളായി നമ്മൾ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് അവിടെ കൊടുക്കണം. ലാസ്റ്റ് നമുക്ക് സിഗ്നേച്ചർ കൊടുക്കണം, നെയിം കൊടുക്കണം, ബ്ലോക്ക് ലെറ്റേഴ്സിൽ നമ്മുടെ ഡെസിഗ്നേഷൻ കൊടുക്കുക. അത്രയും നമ്മളൊരു നോട്ടീസിൽ എപ്പോഴും ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, വാട്ട് ഡു യു എക്സ്പെക്ട് ടു ഫൈൻഡ് ഇൻ ദ ബോഡി ഓഫ് എ നോട്ടീസ്. അപ്പോൾ നോട്ടീസിൻ്റെ ബോഡിയിൽ, അതായത് മെയിൻ മാറ്ററിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് നോക്കാം. The body of a notice should provide all necessary details answering the essential question known as the 5 Ws. 5 Ws ഒന്നും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. ആ ഒരു നോട്ടീസിൽ എന്തൊക്കെ വേണമെന്നറിയോ? വാട്ട് ഈസ് ഹാപ്പനിങ്, എന്ത് സംഭവിക്കുന്നു. വെൻ വിൽ ഇറ്റ് ടേക്ക് പ്ലേസ്, ഡേറ്റ് ആൻഡ് ടൈം വേണം, എപ്പോഴാണ്. വേർ വിൽ ഇറ്റ് ടേക്ക് പ്ലേസ്, എവിടെയാണ്. ഹൂ ഈസ് എലിജിബിൾ ടു അറ്റൻഡ് ഓർ പാർട്ടിസിപ്പേറ്റ്, ആർക്കൊക്കെ അതിൽ പങ്കെടുക്കാം. whom to contact for more information or to apply. ആരെ നമ്മൾ ഇതിന് ഈ കാര്യങ്ങൾ അറിയാൻ ആരെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്, കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു നോട്ടീസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. The body should be concise, clear and written in simple sentences, often using the passive voice. എപ്പോഴുമേ ഒരു നോട്ടീസിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ മാറ്റർ, മെയിൻ ആയിട്ടുള്ള മാറ്റർ വരുന്നത് കൺസൈസ്, ക്ലിയർ ആയിരിക്കണം, സിമ്പിൾ സെൻറ്റൻസസിലായിരിക്കണം.
നെക്സ്റ്റ് ഈ വരുന്നത് ആസ് എ സെക്രട്ടറി ഓഫ് ദി സയൻസ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ യു പ്ലാൻ ടു കണ്ടക്ട് എ സയൻസ് എക്സിബിഷൻ പ്രിപ്പയർ എ നോട്ടീസ് ഗിവിംഗ് ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോഗ്രാം. അപ്പം നിങ്ങൾ സയൻസ് എക്സിബിഷൻ്റെ ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യുകയാണ്, അതിനെക്കുറിച്ച് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു സ്കൂൾ നെയിം കൊടുക്കുക, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എന്താണോ അത് കൊടുക്കുക, ദെൻ നോട്ടീസിന് ഹെഡിങ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, സയൻസ് എക്സിബിഷൻ ആണ് അതിൻ്റെ ഹെഡിങ് കൊടുക്കുക, ദെൻ മാറ്റർ അതായത് ബോഡിയാണ്. ദിസ് ഇസ് ടു ഇൻഫോം ഓൾ സ്റ്റുഡൻസ് ദാറ്റ് ദ സയൻസ് ക്ലബ് ഈസ് ഓർഗനൈസിംഗ് a science exhibition to showcase innovative student projects. ഡീറ്റെയിൽസ് എന്തൊക്കെ കൊടുക്കണം? ഡേറ്റ് 15/11/2025 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ടൈം കൊടുക്കുക 10 AM to 2 PM. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് വിഷിംഗ് ടു പാർട്ടിസിപ്പേറ്റ് മസ്റ്റ് സബ്മിറ്റ് their project names to the undersigned by 1/11/2025. This is a great opportunity to display your scientific talents. സിഗ്നേച്ചർ ഇടുക, നിങ്ങളുടെ പേര്, സെക്രട്ടറി സയൻസ് ക്ലബ് എന്ന് കൊടുക്കുക. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു നോട്ടീസ്. എപ്പോഴും നോട്ടീസ് സിമ്പിൾ വേർഡ്സിലായിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 3 ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സ് ആൻഡ് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് സച്ച് എസ് ഫ്ലാഷ് ഫ്ലഡ്സ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് ആർ ഓൺ ദി ഇൻക്രീസ് ടുഡേ. നമുക്കറിയാം മനുഷ്യനും ആനിമൽസുമുള്ള കോൺഫ്ലിക്ട്സും അതുപോലെ തന്നെ ഒരുപാട് കാലാവസ്ഥ പ്രതിഭാസങ്ങളും അതുപോലെ പെട്ടെന്ന് ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ എല്ലാം കൂടുതലാണ് അല്ലേ. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആദ്യ ചോദ്യം ട്രൈ ടു ലിസ്റ്റ് സം ഓഫ് ദ പ്രൊബബിൾ കോസസ് ഓഫ് ദീസ് ഇവൻറ്റ്സ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. മിസ്യൂസ് ഓഫ് ലാൻഡ്, ഒരു ഭൂമി മിസ്യൂസ് ചെയ്യുക അല്ലെ. ഇപ്പോൾ വയലൊക്കെ നികത്തി, പാടമൊക്കെ നികത്തിയിട്ട് അവിടെ വീട് വെക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. കുന്നൊക്കെ ഇടിക്കുന്നു, കുന്നൊക്കെ ഇടിക്കുക, ഹില്ലൊക്കെ കേട്ടോ. അപ്പം അങ്ങനെയുള്ളതൊക്കെയാണ് എഴുതേണ്ടത്. മിസ്യൂസ് ഓഫ് ലാൻഡ് അവർ തന്നു. ഡീഫോറസ്റ്റേഷൻ, കാട് വെട്ടുന്നത് ഒരു കാരണമാണ് ഇതുപോലെയുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ. അർബനൈസേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, എൻക്രോച്ച്മെന്റ് ഓഫ് ആനിമൽ ഹാബിറ്റാറ്റ്സ്. അടുത്തത് ലിസ്റ്റ് സം മിസ്റ്ററീസ് ഓഫ് നേച്ചർ ദാറ്റ് റിമൈൻ അൺസോൾവ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് എനി വൺ ഓഫ് ദീസ് മിസ്റ്ററീസ്. നമ്മുടെ പ്രപഞ്ചത്തിൽ നമുക്കറിയാത്ത, ഇതുവരെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യപ്പെടാത്ത ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട് അല്ലേ. ഇപ്പോഴും രഹസ്യങ്ങളായി തന്നെ നമുക്കൊരു സംശയമായി തന്നെ നിൽക്കുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു മിസ്റ്ററീനെ കുറിച്ചിട്ട് നിങ്ങളോട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് അങ്ങനത്തെ മിസ്റ്ററീസ് ചോദിച്ചാൽ, അൺസോൾവ്ഡ് മിസ്റ്ററീസ് ഓഫ് നേച്ചർ ഏതൊക്കെ വരും? ഡാർക്ക് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജി, ദ ഒറിജിൻ ഓഫ് ലൈഫ്, ദ നേച്ചർ ഓഫ് കോൺഷ്യസ്നസ് ആൻഡ് ദ പ്ലാസിബോ ഇഫക്റ്റ്. ഇതെല്ലാം ഈ പറയുന്ന പോലെ മിസ്റ്ററീസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചൊരു നോട്ട് ഉണ്ടാക്കാനാണ്. അപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഡാർക്ക് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജിനെ കുറിച്ചുള്ള നോട്ടാണ്. നിങ്ങൾക്ക് ഇത് തന്നെ എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഞാനിവിടെ കൊടുക്കുന്നത് ഇതിനെക്കുറിച്ചാണ്, ഡാർക്ക് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജിനെ കുറിച്ചാണ്. ഇതും ഒരു വൺ ഓഫ് ദ മിസ്റ്ററി ആണ്. ഡാർക്ക് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജി ആർ 2 ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്ററീസ് ഇൻ മോഡേൺ ഫിസിക്സ്. ഫിസിക്സിൽ വരുന്ന ഇതുവരെ സോൾവ് ചെയ്യപ്പെടാത്ത 2 മിസ്റ്ററീസ് ആണ്. ഡാർക്ക് മാറ്റർ ഈസ് എൻ ഇൻവിസിബിൾ സബ്സ്റ്റൻസ് ദാറ്റ് ഡസൻറ്റ് എമിറ്റ്, അബ്സോർവ് ഓർ റിഫ്ലക്ട് ലൈറ്റ്, ബട്ട് ഇറ്റ്സ് ഗ്രാവിറ്റേഷണൽ ഇഫക്ട്സ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദ റൊട്ടേഷൻ ഓഫ് ഗാലക്സീസ് ആൻഡ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൌണ്ട് ഗാലക്സി ക്ലസ്റ്റേഴ്സ്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു മേക്ക് അപ്പ് about 27% of the universe. Dark energy is a mysterious force that is causing the expansion of the universe to accelerate. It is thought to be responsible for about 68% of the universe total energy density. The nature of both dark matter and dark energy is still unknown, and their discovery has led to a fundamental shift in the understanding of the cosmos. Okay, next activity 4, look at the collage below. What is the collage about? Discuss. അപ്പോൾ ഈ ഒരു കൊളാഷ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് എന്തിനെ കുറിച്ചാണെന്ന് എഴുതണം. ശേഷമുള്ളത് പറയാം. ആദ്യം നമുക്ക് അതിന് ആൻസർ നോക്കാം. The collage is about the history of innovation, science and technology. It includes images of historical figures like Thomas Edison, inventions such as the light bulb and early automobiles, and scientific concepts like the solar system and DNA. നെക്സ്റ്റ് അതിൽ തന്നെ വരുന്ന സബ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് യുവർ സജഷൻസ് ടു പ്രിവെന്റ് നാച്ചുറൽ കെലാമിറ്റീസ് ഇൻ ദ സ്പേസ് ബിലോ. ഈ നാച്ചുറൽ കെലാമിറ്റീസ് തടയാനുള്ള നിങ്ങളുടെ സജഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റീഫോറസ്റ്റേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ലാൻഡ് മാനേജ്മെന്റ്, വീണ്ടും മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. ഇംപ്രൂവിംഗ് ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഫോർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് വാർണിംഗ് തരാനുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സുനാമിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വാർണിംഗ് തരാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രൊമോട്ടിംഗ് എൻവയോൺമെന്റൽ അവയർനെസ് ആൻഡ് കമ്മ്യൂണിറ്റി preparedness, implementing stricter building codes to withstand natural forces, supporting initiatives for disaster relief and recovery.
നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. ദ സ്റ്റോറി ഓഫ് സയൻസ് ഇസ് എ സ്റ്റോറി ഓഫ് ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ് ദാറ്റ് ചേഞ്ച് ദി വേൾഡ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം സയൻസിൽ തന്നെ നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ, തീയുടെ കണ്ടുപിടുത്തം, ചക്രം, വീലിൻ്റെ കണ്ടുപിടുത്തം, ബൾബിൻ്റെ കണ്ടുപിടുത്തമൊക്കെ കണ്ടുപിടുത്തമാണ് അല്ലേ. ഇനി നൗ ലെറ്റ്സ് അറ്റംപ്റ്റ് ജസ്റ്റ് എ മിനിറ്റ് സ്പീച്ച് അബൌട്ട് സയൻറ്റിഫിക് ഇൻവെൻഷൻ ദാറ്റ് ചേഞ്ച് ദി വേൾഡ് യൂസിങ് ദ ഫോളോവിങ് ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ ഈ 3 എണ്ണത്തിനെ കുറിച്ചിട്ടും കുറച്ച് ഒരു സ്പീച്ച് തയ്യാറാക്കണം. ആരാണ് ഇതിന് ഇൻവെൻറ്റർ, ഇതിൻ്റെ ഇൻവെൻഷൻ ആൻഡ് ഡിസ്കവറിയിൽ ഉണ്ടായ ഇമ്പാക്റ്റ് എന്താ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇഫക്ട്സ് എന്താണെന്ന് എഴുതണം. അപ്പോൾ ആദ്യം ഫയർ, നമുക്ക് ഈ 3ഉം എഴുതാം. ആദ്യം വരുന്നത് ഫയർ ആണ്. ഫയർ വാസ് എ ഡിസ്കവറി ദാറ്റ് ലെഡ് ടു മെനി ഇൻവെൻഷൻസ്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഏർലി ഹ്യൂമൻസ് ഡിസ്കവേർഡ് ഫയർ ആക്സിഡൻ്റലി. അപ്പോൾ നമുക്കറിയാം പണ്ടത്തെ പ്രാചീന മനുഷ്യരാണ് ഈ തീ കണ്ടുപിടിച്ചത്. പെർഹാപ്സ് ഫ്രം എ ലൈറ്റ്നിങ് സ്ട്രൈക്ക് ദ എബിലിറ്റി ടു കൺട്രോൾ ഫയർ ഹാഡ് എ പ്രൊഫൗണ്ട് ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് ഡെയിലി ലൈഫ്. ഇറ്റ് പ്രൊവൈഡഡ് വാംത്ത്, പ്രൊട്ടക്ഷൻ ഫ്രം predators, a way to cook food and a means to create tools and weapons. The negative effects include the risk of uncontrolled fires which can cause widespread destruction. അപ്പോൾ നമ്മൾ ആദ്യം ഇത് കണ്ടുപിടിച്ചത് ആരാന്ന് എഴുതണം. ഇത് കണ്ടുപിടിച്ചത് ഏർലി ഹ്യൂമൻസ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ലൈറ്റ്നിങ്, നമ്മളറിയാം 2 കല്ലുകൾ ഉരയ്ക്കുമ്പോഴാണ് ആദ്യം ലൈറ്റ്നിങ് സ്ട്രൈക്കിൽ നിന്നാണ് ഇത് കണ്ടുപിടിച്ചെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതിനെ കണ്ടുപിടുത്തം മനുഷ്യന് ഒരുപാട് ഗുണങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ചൂട് കിട്ടാനും അതുപോലെ തന്നെ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഫുഡ് കുക്ക് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തീ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന് നെഗറ്റീവ് ഇഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അൺകൺട്രോൾഡ് ആയിട്ട് തീ പിടിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത് വലിയ നാശങ്ങൾ ഉണ്ടാക്കും. നെക്സ്റ്റ് വീലാണ്, ചക്രം. വീൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെക്കാനിക്കൽ ഇൻവെൻഷൻ ഇൻ ഹിസ്റ്ററി. ഇറ്റ്സ് ഇൻവെൻറ്റർ ഈസ് അൺനോൺ. പക്ഷേ ഈ ചക്രം കണ്ടുപിടിച്ചത് ആരാണെന്നുള്ളത് അൺനോൺ ആണ്. ഇതും ഈ പറയുന്ന പോലെ പണ്ട് ഏർലി ഹ്യൂമൻസ് തന്നെയാണ്. ബട്ട് ദ ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് ഇറ്റ്സ് യൂസ് ഡേറ്റ്സ് ബാക്ക് ടു മെസപ്പൊട്ടാമിയ അറൌണ്ട് 3500 BC. 3500 BC-യിൽ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ കാലഘട്ടത്തിലാണ് ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നു. ദി ഇൻവെൻഷൻ ഓഫ് ദ വീൽ റെവല്യൂഷനൈസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഈ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം നമ്മുടെ ഗതാഗതം, വണ്ടികൾക്ക് അല്ലേ ചക്രമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അഗ്രികൾച്ചർ, കൃഷി അതിൽ ഉപയോഗിക്കാൻ തുടങ്ങി. മാനുഫാക്ചറിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് എനാബിൾസ് ദ ക്രിയേഷൻ ഓഫ് കാർട്സ്, ചാരിയറ്റ്സ് ആൻഡ് പോട്ടറി വീൽസ്, മേക്കിംഗ് ഈസിയർ ടു ട്രാൻസ്പോർട്ട് ഗൂഡ്സ് ആൻഡ് പീപ്പിൾ. ശരിക്കും ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം നമ്മുടെ ഗതാഗതം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത്. ഇതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഫോർ ആക്സിഡൻറ്റ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് ഓഫ് മോഡേൺ വെഹിക്കിൾസ് ദാറ്റ് യൂസ് വീൽസ്. അപ്പോൾ ഈ വീൽസിൻ്റെ ഉപയോഗം എന്താ പറയുക, ആക്സിഡൻറ്റ്സ് നമുക്കറിയാം, വണ്ടികൾ ഒരുപാടായപ്പോൾ ആക്സിഡൻറ്റ്സ് കൂടാൻ തുടങ്ങി, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കൂടുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് ഇമ്പാക്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ബൾബാണ്. നിങ്ങൾക്ക് അറിയാം ബൾബ് കണ്ടുപിടിച്ചത് എഡിസൺ തന്നെയാണ്, തോമസ് ആൽവ എഡിസൺ. ദി ഇൻകാൻഡസെന്റ് ലൈറ്റ് ബൾബ് വാസ് ഇൻവെന്റഡ് ബൈ തോമസ് എഡിസൺ ഇൻ 1879. This invention had a major impact on society by extending the workday and providing a safer alternative to gas and oil lamps. പണ്ട് ഗ്യാസ് ആൻഡ് ഓയിൽ ലാംപ്സ്, മണ്ണെണ്ണ വിളക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊക്കെ ഒരു മാറ്റം വന്നത് ബൾബിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ്. ദ ലൈറ്റ് ബൾബ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ടു വർക്ക് ആൻഡ് സ്റ്റഡി അറ്റ് നൈറ്റ്. രാത്രികളിൽ പഠിക്കാനും വർക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ആൻഡ് ഇറ്റ് കോൺട്രിബ്യൂട്ട് to the development of modern electrical grids. The negative effects എന്തൊക്കെയാണ്? Its inefficiency compared to modern lighting and the environmental concerns related to its manufacturing and disposal. അപ്പോൾ ഇതിൻ്റെ ചിലപ്പോൾ ഇതിന് ഇൻഎഫിഷ്യൻസി ഉണ്ടാവും. പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്ന സമയത്ത് അത് കുറച്ച് ഇൻഎഫിഷ്യൻ്റായി തോന്നും. പിന്നെ ഇത് വൺസ് യൂസ് ആയി കഴിഞ്ഞാൽ നമ്മളിത് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, അത് ഒരു പൊല്യൂഷന് കാരണമാകും. അതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ്. അടുത്തത് ആക്ടിവിറ്റി 6-ൽ വരുന്നത് ക്രാക്കിംഗ് ദ കോഡ് ദ വണ്ടർ ഓഫ് സയൻസ് ആണ്. വി യൂസ് നമ്പർ ഓഫ് ഗാഡ്ജറ്റ്സ് ഇൻ അവർ ഡെയിലി ലൈഫ്. പിക്ക് എനി ഗാഡ്ജറ്റ് ഓഫ് യുവർ ചോയ്സ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റിനെ കുറിച്ചിട്ട് എഴുതാനാണ്. അവർ CCTV ക്യാമറയെ കുറിച്ച് അവിടെ തന്നിട്ടുണ്ട്. ഹൈ റെസൊല്യൂഷൻ പിക്ചേഴ്സ്, നൈറ്റ് വിഷൻ, വൈഡ് വ്യൂ. ഇനി നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് നൗ റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് എനി ഓഫ് ദ ഫോളോയിങ്. GPS, സ്മാർട്ട് വാച്ച്, രണ്ടിനെ കുറിച്ചും ഞാൻ എഴുതിയിട്ടുണ്ട്. നോക്കാം. GPS-നെ കുറിച്ച് ആദ്യം നോക്കാം. GPS-ന്റെ ഫുൾ ഫോം ആണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, എ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് ലൊക്കേഷൻ, വെലോസിറ്റി ആൻഡ് ടൈം സിങ്ക്രോണൈസേഷൻ. അതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് പിൻ പോയിന്റ്സ് ലൊക്കേഷൻ വിത്ത് ഹൈ അക്യുറസി. നമുക്ക് എന്താണ് ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ തന്നെയാണ്. പ്രൊവൈഡ്സ് റിയൽ ടൈം നാവിഗേഷൻ ആൻഡ് ഡയറക്ഷൻസ്. വർക്ക്സ് ഇൻ ഓൾ വെതർ കണ്ടീഷൻ. എല്ലാ കാലാവസ്ഥയിലും അത് വർക്ക് ചെയ്യും. യൂസ്ഡ് ഫോർ ട്രാക്കിംഗ്, മാപ്പിംഗ് ആൻഡ് സർവേയിങ്.
സ്മാർട്ട് വാച്ച് ആണെങ്കിലോ എ വിയറബിൾ ഡിവൈസ് ദാറ്റ് ഓഫേഴ്സ് ഫീച്ചേഴ്സ് ബിയോണ്ട് ടൈം കീപ്പിംഗ്. ഫീച്ചേഴ്സ് എന്താ? ട്രാക്ക് ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത് മെട്രിക്സ്. നമുക്ക് സ്മാർട്ട് വാച്ചിൽ കൂടെ നമ്മുടെ ഫിറ്റ്നസ്, ഹെൽത്ത്, ഹേർട്ട് റേറ്റ്, സ്റ്റെപ്പ്, സ്ലീപ്സ് ഒക്കെ അറിയാൻ പറ്റും. റിസീവ് നോട്ടിഫിക്കേഷൻ ഫ്രം എ കണക്റ്റഡ് സ്മാർട്ട് ഫോൺ. നമുക്ക് സ്മാർട്ട് ഫോണുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫോണിൽ ഉള്ള പർപ്പസ് എന്താണോ അത് ഇതിലും ചെയ്യാവുന്നതാണ്. അലോസ് മേക്കിംഗ് കോൾസ് ആൻഡ് സെൻഡിങ് മെസ്സേജസ്. കോൾ ചെയ്യാം, മെസ്സേജ് അയക്കാം. ഇൻക്ലൂഡ്സ് എ വെറൈറ്റി ഓഫ് ആപ്സ് ആൻഡ് കസ്റ്റമൈസബിൾ വാച്ച് ഫേസസ്. നമുക്ക് ഒരു മൊബൈലിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആപ്പ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുക, കസ്റ്റമൈസ് ചെയ്യുക, അതെല്ലാം സ്മാർട്ട് വാച്ചിലും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 ആണ്. അതിൽ ABC 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസേഴ്സിലേക്ക് പോകാം. അതിൽ A ക്വസ്റ്റ്യൻ്റെ ആൻസർ വേണ്ട, കാരണം അവിടെ അവർ ഒരു എക്സ്പെരിമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഡാൻസിങ് റൈസിൻസ് എക്സ്പെരിമെൻറ്റ്സ് ആണ്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ റൈസിൻസ്, ഗ്ലാസ്, സോഡ ഓർ സ്പാർക്ലിംഗ് വാട്ടറൊക്കെ വേണം. എന്നിട്ട് അവർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് B ക്വസ്റ്റ്യനിൽ നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നൗ പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് പ്രൊസീജിയർ ഓഫ് യുവർ എക്സ്പെരിമെൻറ്റ്. ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെൻറ്റൻസസ് ആർ ഗിവൺ. യൂസ് അപ്രോപ്രിയേറ്റ് ലിങ്കേഴ്സ്. അപ്പം നമുക്കതിൻ്റെ എക്സ്പെരിമെൻ്റ് എഴുതാം. First, half fill the glass with soda. Soda പകുതി ഒഴിക്കുക. Add some raisins to the carbonated solution. എന്നിട്ട് കാർബണേറ്റഡ് സോഡ കാർബണേറ്റ് ആണ്. ആ സൊല്യൂഷനിലേക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കുക. ഉണക്കമുന്തിരിയാണ് കേട്ടോ. Then observe the raisins as they sink to the bottom. എന്നിട്ട് അത് ബോട്ടത്തിലേക്ക് വരുന്നതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. നെക്സ്റ്റ് സ്ലോലി pour water into the glass. അതിന് ശേഷം കുറച്ച് വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഫൈനലി ഒബ്സർവ് the raisins for a few minutes. എന്നിട്ട് കുറച്ച് നേരം അത് നോക്കുക എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്നത് now describe what happens to the raisins when you pour water into the glass. ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു? നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം റൈസിൻസിന് എന്ത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്നുള്ളത് എഴുതണം. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. The raisins will begin to dance or move up and down in the glass. അത് ഡാൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അടിയിലേക്ക് പോകും, ഗ്ലാസിൻ്റെ അടിയിലേക്ക് പോകും. This happens because carbon dioxide bubbles from the soda attached to the raisins. കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ ഇതിനകത്ത് ഉള്ളത്. ആ സോഡയിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യാൻ തുടങ്ങും? റൈസിൻസിൽ അറ്റാച്ച് ആവും. മേക്ക് ദം ബോയൻ ആൻഡ് കോസിങ് ദം ടു റൈസ്. എന്നിട്ട് ബോയൻ ഫോഴ്സ് വരും. അവിടെ ഒരു ബോയൻസി എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. ആ ബോയൻ ഫോഴ്സ് വരുന്ന സമയത്താണ് അതിങ്ങനെ പൊന്തി വരുന്നത്, റേസ് ചെയ്ത് വരുന്നത്. വെൻ ദ ബബിൾസ് പോപ്പ് അറ്റ് ദി സർഫസ് റൈസിൻ സിങ്ക് അഗൈൻ. വെള്ളം ഒഴിച്ച സമയത്ത് എന്ത് ചെയ്യണു? ആ ബബിൾസ് സർഫസിൽ നിന്ന് പോപ്പ് ചെയ്യും. ആ സമയത്ത് വീണ്ടും അത് എന്ത് ചെയ്യും? അടിയിലേക്ക് പോവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം മാത്രം നിങ്ങൾ പെയറായിട്ട് ചെയ്യേണ്ടതാണ് ക്ലാസ്സിൽ. അതാണ് അത് വിട്ടത്, അത് ചെയ്യാതിരുന്നത്. ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.